നായർ സമുദായം ഒപ്പം നിന്നിരുന്നെങ്കിൽ BJP-യുടെ രാഷ്ട്രീയ ചിത്രം ഇതാകുമായിരുന്നില്ല കേരളത്തിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അങ്ങോട്ടേക്ക് കടക്കാൻ ഇതുവരെ നിങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വഴി കൂടി വെള്ളാപ്പള്ളി വഴി ഒരു ഐക്യ കാഹളം മുഴക്കി ആ കാഹളത്തിന് പാലമിടാൻ NDA-കാരനായ മകനെ പറഞ്ഞയച്ച് അങ്ങനെ പെരുന്നയിലേക്ക് കടക്കാം എന്ന BJP-യുടെ മോഹം കൂടിയാണ് ഐക്യ നീക്കം പൊളിഞ്ഞത് എന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം ഉണ്ട്. അതാ വിലയിരുത്തുന്ന ആളുകൾക്ക് കേരള രാഷ്ട്രീയത്തെ പറ്റി വലിയ അറിവില്ലാത്തത് കൊണ്ടാണ്. നായർ സമുദായം വോട്ട് ചെയ്യാണ്ട് തിരുവനന്തപുരത്ത് മേയർ സ്ഥാനം കിട്ടുമോ? ഈ സമുദായങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, അങ്ങനെ സമുദായത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലൊക്കെ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ വികസനത്തിന്റെ പേരിലാണ്. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ കോൺഗ്രസുകാരുടെ ഇന്ത്യ രാജ്യം മൊത്തം കോൺഗ്രസ് എത്തിയ അവസ്ഥയുണ്ടല്ലോ. നിയമസഭയിൽ ഒറ്റ അംഗമില്ലാത്ത പാർട്ടിയാണ് താങ്കളുടേത്. നിങ്ങളിപ്പോൾ ഈ കോൺഗ്രസ് എന്തുകൊണ്ട് തോൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സമുദായ സംഘടനകൾ ഒന്നിക്കുന്നു, ഇതൊക്കെയാണല്ലോ വിഷയം. കോൺഗ്രസ് ഇതൊന്നല്ല തോൽക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ അഴിമതിയിൽ മുങ്ങിത്താണു. ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചപ്പോഴാണ് ഇന്ത്യ മുഴുവൻ തോൽക്കുകയാണെന്ന്. ഇതിപ്പോ കേരളത്തിൽ മാത്രമൊന്നല്ല, ഇപ്പൊ 3 മുഖ്യമന്ത്രിമാരേ ഉള്ളൂ. സമുദായ ഐക്യം ചർച്ച ചെയ്യാൻ NDA-യുടെ നേതാവിനെയാണോ പറഞ്ഞു വിടുന്നതെന്നാണ് സുമാരൻ നായർ ചോദിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി NDA-യുടെ നേതാവായതുകൊണ്ടാണ് അദ്ദേഹത്തോട് പെരുന്നയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത്. അത് BJP-ക്കും കൂടി ഉള്ള സന്ദേശമായി കാണാമോ? ഞാൻ ആരാണെന്നും എന്താ ഉദ്ദേശമെന്നും വഴിയെ മനസ്സിലാക്കി തരാം. തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ഉപാധ്യക്ഷനല്ലേ? അത് മറന്നുപോയോ? അങ്ങോരെ പറഞ്ഞു വിടുന്നത് SNDP യോഗമാണ്. NDA-ക്ക് NSS SNDP ഐക്യത്തിലോ അനൈക്യത്തിലോ ഒരു റോളുമില്ല. ഞങ്ങൾ താല്പര്യമെടുത്തിട്ടല്ല ഇവർ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ താല്പര്യക്കേട് കാണിച്ചത് കൊണ്ടല്ല ഇവർ യോജിക്കാനുള്ള തീരുമാനത്തിന് പിന്നോട്ട് പോയത്. വിചാരിക്കുന്നത് പോലെയുള്ള NDA യോഗമോ BJP യോഗമോ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. മാത്രവുമല്ല SNDP യോഗത്തിന് ഉപാധ്യക്ഷനാണ് വെള്ളാപ്പള്ളി, തുഷാർ വെള്ളാപ്പള്ളി. അപ്പൊ SNDP യോഗത്തിന്റെ ഒരു തീരുമാനത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഉപാധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയെ പറഞ്ഞയക്കുന്നതും NDA-യുമായി യാതൊരു ബന്ധവുമില്ല. NDA ഈ വിഷയത്തിലേക്ക് ഒരു പരിധിക്കപ്പുറം ഇടപെട്ടിട്ടുമില്ല. ഇതൊക്കെ രണ്ട് സ്വതന്ത്ര സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇവിടെ മൊത്തം കള്ളന്മാരാ, എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വലിപ്പം അറിയാലോ ഇന്ത്യ രാജ്യത്ത്. അപ്പോ പ്രശ്നം ഉണ്ടാകുമായിരുന്നു തോന്നുന്നില്ല. NDA നേതാവായതുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പെരുന്നയിൽ ചെല്ലണ്ട എന്ന് പറഞ്ഞ ശ്രീ പത്മനാഭൻ. ഇപ്പൊ ഒരു വിവരം കിട്ടി, നിനക്കൊക്കെ ഒരു വിവരമില്ലെന്ന്. അല്ല, അത് അന്ന് മകനെ പോലെ സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ആ സമയത്തും ഇദ്ദേഹം BDJS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അതൊന്നും അല്ലാന്ന്. അവരിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളോ ഉണ്ട്, നമുക്കറിയില്ല. അവർ എന്താണെന്നും നമ്മളോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അന്ന് മകനെ പോലെ സ്വീകരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണോ ഈ തുഷാർ വെള്ളാപ്പള്ളി BDJS-ന്റെ ചെയർമാനും NDA-യുടെ നേതാവൊക്കെ ആയതല്ലോ. അപ്പൊ അത് വേറെ വിഷയമാണ്. ഇതൊന്നും കൂട്ടിക്കെട്ടണ്ട. അത് വേറെ, ഇത് വേറെ. സാധാരണഗതിയിലുള്ള സമദൂരം വിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ശരിദൂരം എന്ന നിലപാടെടുത്തയാളാണ് NSS ജനറൽ സെക്രട്ടറി. ആ നിലയിൽ സർക്കാരിനോട് അല്പം അടുപ്പമൊക്കെ കാണിച്ചു വരികയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഐക്യ ചർച്ച വരികയും പെട്ടെന്ന് യു-ടേൺ എടുത്ത് ഇല്ല, ഞങ്ങൾ സമദൂരത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത്. NSS SNDP ഐക്യം പൊളിഞ്ഞതിൽ CPM-ന് നിരാശയുണ്ടോ? ഒരുപാടുണ്ടല്ലോ. നമ്മൾ 9.5 കൊല്ലമായി കേൾക്കാത്തതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് രൂപപ്പെടുന്നതാണ്. അത് ബോധപൂർവ്വം രൂപപ്പെടുത്തുന്നതാണ്. സമുദായ സംഘടനകളെ റാഞ്ചാൻ പലരും ശ്രമിക്കുന്നു. അതിൽ RSS വളരെ ബോധപൂർവം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സമുദായ സംഘടനകളിൽ നുഴഞ്ഞു കയറാനും ആ സംഘടനകളിൽ വേരുറപ്പിച്ച് അതിന്റെ നേതൃത്വത്തെ തന്നെ പിടിക്കാനും ശ്രമിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഉണ്ടാ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റാ. കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. RSS-ഉം BJP-യും ഇങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, പള്ളിക്കകത്താണ് ഇപ്പോൾ ഒരു പുതിയ സംഘടന RSS ഉണ്ടാക്കിയിട്ടുണ്ട്, കാസ.
ഇവരെല്ലാം കടന്നു വന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വിഷലിപ്തമായ വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. ശരിയല്ല, പക്ഷെ അതിൽ താങ്കളുടെ പാർട്ടി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എടുക്കുന്ന സമീപനം എന്താണ്? ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്നയാളാണല്ലോ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി. അദ്ദേഹം എന്തെല്ലാമാണ് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത്? അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാൻ CPM-ഓ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ആരാണ്ട് വീരാളിപ്പട്ട് പുടച്ച് കിടക്കുമെന്ന് പറഞ്ഞല്ലോ. വീരാളിപ്പട്ട് പുതച്ച് എവിടെയാണ് കിടക്കുന്നത്? മതേതരത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ആഫീസിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഫീസിലോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയക്കാരാണോ? ഞാനൊരു മുദ്രാവാക്യം ഓർപ്പിക്കാം. ആലപ്പുഴയിൽ നിന്നാണ്. കുന്തിരിക്കാൻ കരുതിക്കൂ, അവലും മലരും കരുതിക്കൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാണ് വിളിച്ചത്? ആ വിളിച്ച മുദ്രാവാക്യം വിളിച്ച ശക്തികൾക്കെതിരെ ഒരു വരി ഈ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുന്ന VD സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എന്താ VD സതീശൻ സെലക്റ്റീവ് ആകുന്നത്? ആര് പറഞ്ഞു? എങ്കിലല്ല, അതൊക്കെ എന്നെ പറ്റി അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഈ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞാലേ വീരാളിപ്പട്ട് പുതയ്ക്കുന്നവർ അതിന് ഉറപ്പ് കൊടുക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ അധികാരത്തിൽ വന്നാൽ മറ്റേ കൂട്ടരെ കാത്തിരിക്കുകയാണ് കേരളം പിടിക്കാൻ വർഗീയവാദികൾ. ഈ അപകടം തിരിച്ചറിയാതെ കേരളത്തിൽ വ്യത്യസ്തമായ താല്പര്യങ്ങളോടെ പലരും പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്ന എല്ലാ താല്പര്യങ്ങളുടെ മേലെയും കടന്നാക്രമിക്കപ്പെടാൻ ഒരു പിണറായി വിജയൻ മാത്രം. അതിച്ചിരി കൂടുതലല്ലേ? നായർ സമുദായം ഒപ്പം നിന്നിരുന്നെങ്കിൽ BJP-യുടെ രാഷ്ട്രീയ ചിത്രം ഇതാകുമായിരുന്നില്ല കേരളത്തിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അങ്ങോട്ടേക്ക് കടക്കാൻ ഇതുവരെ നിങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോ ഈ വഴി കൂടി വെള്ളാപ്പള്ളി വഴി ഒരു ഐക്യ കാഹളം മുഴക്കി ആ കാഹളത്തിന് പാലമിടാൻ NDA-കാരനായ മകനെ പറഞ്ഞയച്ച് അങ്ങനെ പെരുന്നയിലേക്ക് കടക്കാം എന്ന BJP-യുടെ മോഹം കൂടിയാണ് ഐക്യ നീക്കം പൊളിഞ്ഞതിലൂടെ പൊലിഞ്ഞത് എന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. അതാ വിലയിരുത്തുന്ന ആളുകൾക്ക് കേരള രാഷ്ട്രീയത്തെ പറ്റി വലിയ അറിവില്ലാത്തത് കൊണ്ടാണ്. നായർ സമുദായം വോട്ട് ചെയ്യാണ്ട് തിരുവനന്തപുരത്ത് മേയർ സ്ഥാനം കിട്ടുമോ? ഈ സമുദായങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, അങ്ങനെ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലൊക്കെ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ വികസനത്തിന്റെ പേരിലാണ്. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്കറിയില്ലല്ലോ സുഹൃത്തേ. സമുദായം സ്വാധീനിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഡെവലപ്മെന്റ് ഇഷ്യൂവിന്റെ പേരിലാണ് കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അഴിമതിയുടെ പേരിലാണ്. 10 വർഷം ഇന്ത്യ ഭരിച്ച് അഴിമതിയിൽ മുങ്ങിത്താണ കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല തോറ്റത്. ഇപ്പൊ കേരളത്തില് കോൺഗ്രസ് 2 തവണ തോറ്റു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇന്ത്യയിൽ 5ഉം 6ഉം തവണ കോൺഗ്രസ് തോൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്തിൽ കോൺഗ്രസ് അവസാനമായി ജയിച്ചത് 1985-ലാണ്. അത് പിന്നെ ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചിട്ട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ വല്ലവന്റെ ആ സമാജ്വാദി പാർട്ടിയുടെ ദയ വേണം. ബംഗാളിൽ 30 കൊല്ലം ഭരിച്ച ബംഗാളിൽ കോൺഗ്രസ് ഇല്ല, 0-മാണ്. ഇപ്പൊ കോൺഗ്രസ് തോൽക്കുന്നതും BJP ജയിക്കുന്നതും സമുദായം കൊണ്ടൊന്നുമല്ല. 1 വികസനം, 2 അഴിമതിയില്ലാത്ത ഭരണം. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ടവന്. വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. കോൺഗ്രസുകാരുടെ ഇന്ത്യ രാജ്യം മൊത്തം കോൺഗ്രസ് എത്തിയ അവസ്ഥയുണ്ടല്ലോ. നിയമസഭയിൽ ഒറ്റ അംഗമില്ലാത്ത പാർട്ടിയാണ് താങ്കളുടേത്. ഓ അങ്ങനെയാണല്ലേ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നു. അത് മാത്രമല്ല, താങ്കൾ ഇപ്പോൾ പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ 2ാം തവണയും CPM-നെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലെത്തിയത് അഴിമതി വിരുദ്ധ വികസന നിലപാടുകൾ കൊണ്ടാണോ? ആണോ എന്നാ ചോദിച്ചത്. BJPക്ക് മേയർ സ്ഥാനം മാത്രമൊന്നുമല്ല, കേരളത്തിൽ ഒരു ലോക്സഭാ അംഗമുണ്ട്. അത് മറന്നുപോയോ? ഈ 2012-ലെ ഐക്യം പൊളിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾക്ക് ഇവിടെ MLA-യും MP-യും മേയറൊക്കെ ഉണ്ടായത്, മുനിസിപ്പൽ ചെയർമാൻമാരൊക്കെ ഉണ്ടായത്. നിങ്ങളിപ്പോൾ ഈ കോൺഗ്രസ് എന്തുകൊണ്ട് തോൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സമുദായ സംഘടനകൾ ഒന്നിക്കുന്നു, ഇതൊക്കെയാണല്ലോ വിഷയം. കോൺഗ്രസ് ഇതൊന്നുമല്ല തോൽക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ അഴിമതിയിൽ മുങ്ങിത്താണു. 12 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് 10 കൊല്ലം കൊണ്ട് നടത്തിയത്.
1,75,000 കോടി രൂപയുടെ 2G സ്പെക്ട്രം എല്ലാ ലൈസൻസും സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തില്ലേ? ലേലം നടത്താൻ പറഞ്ഞില്ലേ? 1,85,000 കോടി രൂപയുടെ കൽക്കരി കുംഭകോണം എല്ലാ ലൈസൻസും ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ലേ? എന്നിട്ട് ലേലം നടത്താൻ പറഞ്ഞില്ലേ? കോമൺവെൽത്ത് അഴിമതി, കോൺഗ്രസ് അഴിമതിയുടെ ഒരു കേന്ദ്രമായി, ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചപ്പോഴാണ് ഇന്ത്യ മുഴുവൻ തോൽക്കുകയാണെന്ന്. ഇത് കേരളത്തിൽ മാത്രമൊന്നല്ല. ഇപ്പൊ 3 മുഖ്യമന്ത്രിമാരേ ഉള്ളൂ. മൂന്നേ ഈ 3 രാജ്യത്ത് മുഖ്യമന്ത്രിമാരെ